ഒരു ഇടി ഇടിച്ചോടുകൂടി വണ്ടി ഒന്ന് കുലുങ്ങി. ഞാൻ സൈഡിലേക്ക് അതിനകത്ത് വെള്ളം കൂടി വരുന്നതിനനുസരിച്ച് ഋഷി ഹായ്, ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വരുന്ന പാടശേഖരമാണ്. ഒരു വലിയൊരു പാടം ഇതിൻ്റെ നമ്മുടെ വീടിൻ്റെ മതിലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തായിട്ടുണ്ട്. ദൂരോട്ട് നോക്കിയാൽ അതിനപ്പുറത്തായിട്ട് വീടുകളുണ്ട്, മരങ്ങളുണ്ട്. വളരെ രസമാണ് ഇവിടെ നോക്കിയാൽ. നമ്മൾ ഈ എറണാകുളത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, മാനസികമായിട്ടുള്ളൊരു സുഖം കിട്ടുന്നൊരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചെറിയ കാട് പോലൊരു സ്ഥലമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാമ്പ്, അണലി, മോതിരവളയൻ, മൂർഖൻ. കഴിഞ്ഞ ദിവസം ഒരു മോതിരവളയൻ നമ്മുടെ വീടിനകത്ത് കയറി വന്നു. നമ്മുടെ ഈ സ്ഥലം ഈ കാണുന്നത് പോലെ വേനൽക്കാലത്ത് ഓക്കെയാണ്, പക്ഷെ മഴക്കാലമായാലും ഒരു ഇത്തിരി പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഒരു 4-5 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ നമ്മുടെ മുറ്റത്ത് വെള്ളം കയറും. 2018 നമുക്ക് വെള്ളം കയറി, വീടിനകത്ത് കയറി അരയ്ക്ക് മുകളിലേക്ക് വെള്ളമുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് ഒരാഴ്ചയോളം മാറി നിൽക്കേണ്ടി വന്നു. വീടിനകത്ത് വെള്ളം കൂടി വരുന്നതിനനുസരിച്ച് നമ്മൾ താഴത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കട്ടിലിൻ്റെ മുകളിൽ വയ്ക്കും. കട്ടിലിൻ്റെ അത്രയും വെള്ളമാകുമ്പോഴത്തേക്കും നമ്മളത് എടുത്തിട്ട് മേശപ്പുറത്ത് വയ്ക്കും. മേശപ്പുറത്ത് കൂടുമ്പോഴത്തേക്കും പിന്നെ അത് അലമാരയുടെ മുകളിലേക്ക് കയറ്റും. ഓരോ ദിവസവും നമ്മൾ വിചാരിക്കുന്നത് വെള്ളം ഇന്ന് നിൽക്കും എന്നാണ്. അതുകൊണ്ടാണ് ഇത് ആദ്യമേ എടുത്ത് ഏറ്റവും മുകളിലേക്ക് എടുത്ത് വയ്ക്കാത്തത്. 4ലും 5ലും പഠിക്കുന്ന സമയത്ത് ചെമ്പിൽ നിന്നുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. നമ്മുടെ മമ്മൂക്കയുടെ സ്വന്തം നാട് ചെമ്പ്. മമ്മൂക്കയുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ. അവൻ്റെ പേര് സജു എന്നാണ്. ഇവൻ്റെ വീട്ടിൽ ചെല്ലാറുണ്ടായിരുന്നു ഈ കുട്ടിക്കാലത്ത്. മമ്മൂക്കയെ ഒന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ച്. പക്ഷെ ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല അവിടെ വെച്ച്. പക്ഷേ ദുൽഖർ സൽമാനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ കുട്ടിക്കാലത്ത് സൈക്കിളിൽ ഇങ്ങനെ റോഡിലൂടെ സൈക്കിൾ ഓട്ടി പോകുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. അവൻ്റെ ചിറ്റയുടെ ഒരു വീടുണ്ട്. അതാണ് ഇവിടെ ഈ കാണുന്നത്. ഇപ്പോൾ പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് അവനിവിടെ അടുത്തൊരു സ്കൂളിൽ പഠിക്കാനായിട്ട് ചേർന്നു. ഇവിടെ കുറച്ച് നാളുണ്ടായിരുന്നു, 2-3 വർഷം. ആ സമയത്ത് ഞങ്ങൾ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഈ ചെങ്ങാടം ഉണ്ടാക്കും. ഇവിടെ വെള്ളപ്പൊക്കം വരുന്നു എന്ന് തോന്നുമ്പം പല വീടുകളിലേക്ക് ഇങ്ങോട്ട് ചെല്ലും. അവിടെ മറിഞ്ഞു കിടക്കുന്ന വാഴകൾ വെട്ടി അതുകൊണ്ട് ചെങ്ങാടം ഉണ്ടാക്കി. എന്തിനാ ചെങ്ങാടം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ ഒന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാടത്തുകൂടെ ചെങ്ങാടം ഓടിച്ച് കളിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി ഞങ്ങൾക്ക് വെള്ളമെടുക്കണമെങ്കിൽ ഈ നമ്മുടെ ഈ തറവാട്ടിൻ്റെ അവിടെ നിന്ന് ഇപ്പോഴത്തെ വീടിൻ്റെ അവിടെ വരെ പോകണം. അപ്പോൾ ഈ പാടത്തുകൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ UP-യിലേക്ക് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ വളരെ ദൂരത്ത് നിന്ന് വെള്ളം കോരി തലയിൽ വെച്ച് കന്നാസിനകത്ത് കൊണ്ടുവരുന്ന ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, പിന്നെ കുട്ടികൾ. आपका नाम बेटा? नाम क्या है? किधर से? हाँ, कितना किलोमीटर है? बेटा नाम क्या है? खुशी. ऋषिराज सिंह. सिंह है क्या? नहीं, आदिवासी है. कौन बोला? तुम्हारा नाम? ഭവൻ. ഈ യാത്രയിലുടനീളം നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പം പശുക്കൾ മുഴുവൻ ഇങ്ങനെ റോഡിന് നടുവിലൂടെ പോവുകയാണ്. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കാണാം ഈ പശുക്കൾ പല സ്ഥലത്തും വണ്ടി ഇടിച്ച് കിടക്കുന്നത് കാണാം. ഇതുങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നതൊക്കെ രാത്രിയിൽ റോഡിന് നടുവിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യമൊക്കെ കുറച്ച് പശുക്കളെ വഴിയിൽ കണ്ടു. പിന്നെ എനിക്ക് തോന്നി, ഇവിടെ ഇതൊന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കാണുന്ന ഒരു സംഭവം അല്ലല്ലോ ഈ പശുക്കൾ റോഡിലൂടെ നടക്കുക എന്ന് പറയണത്. അപ്പം എനിക്കൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒരു പാലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാലത്തിൽ കയറി നിന്ന് ഈ പശുക്കളെ ഷൂട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കും വലിയ കൂറ്റൻ ലോറികൾ കുഴലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഞാൻ
ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിൽക്കുന്ന പാലം കിടന്ന് കുലുങ്ങുന്നു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അമ്മോ, ഞാൻ നോക്കുമ്പോൾ വലിയ വണ്ടികളാണ്, ദൂരെ നിന്ന് വീണ്ടും വണ്ടി വരുന്നുണ്ട്. പെട്ടെന്ന് ക്യാമറ എടുത്ത് ബാഗിൽ വെച്ചു, ബൈക്കിൽ കയറി ആ വണ്ടി വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ റോഡ് ഈ പാലം ഒന്ന് കഴിഞ്ഞ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ പ്രാണരക്ഷാർത്ഥം, പാലം മറിഞ്ഞ് വീഴുമൊന്നും ഇല്ലായിരിക്കും അന്നേരം, പക്ഷേ ശരിക്കും പേടിയായിപ്പോയി. ഞാൻ പെട്ടെന്ന് തന്നെ പാലത്തിൽ നിന്ന് വണ്ടി ഓടിച്ച് പാലം ഇറങ്ങിപ്പോയി നിന്നു. ആടുന്നു ലോറികൾ പോകുമ്പോഴത്തേക്കും വീണ്ടും ഒരു പാലം കാണുന്നു. ആ പാലം കണ്ടപ്പോഴത്തേക്കും ദൂരത്തുനിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. അതൊരു റെയിൽവേ സ്റ്റേഷനാണ്, ആ പാലത്തിന് തൊട്ടടുത്ത് തന്നെ ഉള്ളത്. ഞാൻ വിചാരിച്ചെങ്കിൽ ഈ പാലത്തിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തേക്കാം, ഒരു വീഡിയോ എടുത്തേക്കാം. ഈ ട്രെയിൻ ഇങ്ങനെ വന്നു പോകുന്നത്, പാലത്തിന് അടിവഴി കൂടെ ഇങ്ങനെ പോകുന്നത് നല്ല രസമായിരിക്കും എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട്. അപ്പം ഞാൻ ഈ ക്യാമറ എന്ന് പറയുന്നത് ഈ വടിയിൽ ഈ ഒരു ചെറിയൊരു കഷ്ണം എല്ലാം സ്റ്റാർട്ട് ചെയ്ത് റെഡിയായി ഈ പാലത്തിൽ ചെന്ന് നിന്നപ്പം ഈ ട്രെയിൻ ദൂരത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ അവൻ കുറച്ചിങ്ങ് വന്നിട്ട് അവിടെ നിർത്തി. ഞാൻ അത് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു സംശയം, അവർ അവിടെ നിന്ന് നോക്കുമ്പം ഈ ട്രെയിൻ ഓടിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും എന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പാലത്തിൽ നിൽക്കുന്നത് കാണാം. എൻ്റെ വേഷമാണെങ്കിൽ തലയിലൊരു കെട്ട്, പിന്നെ ഒരു ജാക്കറ്റ്, ഇതൊക്കെയായിട്ട് മൊത്തത്തിലൊരു ആളെ കൃത്യമായിട്ട് മനസ്സിലാകാത്തൊരു രൂപമാണല്ലോ. അപ്പം എനിക്കൊരു സംശയം, ഞാനിനി വല്ല എന്തെങ്കിലും ഈ ട്രെയിൻ വരുന്നത് തിരിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് പോവുകയാണോ, വല്ല ബോംബ് വയ്ക്കാൻ പോവുകയാണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു ടെൻഷൻ. അപ്പം ഞാൻ പതുക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ ട്രെയിൻ വരാനായിട്ട്. അവസാനം ഞാൻ മുന്നോട്ട് നീങ്ങി, പതുക്കെ ക്യാമറ പിടിച്ച് ഞാനിവിടെയൊക്കെ ഷൂട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് നീങ്ങിയിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് കൈ കൊണ്ട് കാണിച്ച് പോര് ഇങ്ങോട്ട് പോര് എന്നുള്ള രീതിയിൽ കാണിച്ചു. പക്ഷേ ആ ട്രെയിൻ അങ്ങനെ തന്നെ നിന്ന് പതുക്കെ ആ ട്രെയിൻ പുറകോട്ട് പോയി. ഈ പതുക്കെ ടെൻഷനായി, ഞാൻ പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി. അടുത്തത് മിർസാപൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബനാറസ്. എനിക്ക് ഒരു ക്ഷീണം തോന്നി. ഈ പറഞ്ഞ പോലെ നിർത്തുന്ന പല സ്ഥലങ്ങളും ക്ഷീണം തോന്നിയിട്ട് നിർത്തുന്നതാണ്. അതിനോടൊപ്പം ഒരു ചായ കുടിക്കാം എന്നൊക്കെ കരുതിയാണ് നിർത്തുന്നത്. അങ്ങനെ ഒരു പറ്റിയ സ്ഥലം കണ്ടു. അങ്ങനെ ഷീറ്റിട്ട ഒരു കട കണ്ടു, അവിടെ കയറി ചെന്നു. ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പലരും ഡ്രൈവേഴ്സാണ്, റെസ്റ്റ് എടുക്കാനായിട്ടിരിക്കുന്നതാണ്. പിന്നെ നാട്ടിലെ കുശലങ്ങൾ പറഞ്ഞിരിക്കുന്നവരുമുണ്ട്. ഈ ചായക്കടയുടെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നോട്ടത്തിൽ അത്ര വൃത്തിയുള്ളൊരു സ്ഥലമൊന്നും അല്ല, എങ്കിലും അവരുടെ ആഹാരങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു ചായ ചോദിച്ചു. ഗൂഗിൾ പേ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. കാരണം ഞാൻ സത്യത്തിൽ ഈ യാത്രയിൽ ഒരു 50 രൂപയിൽ കൂടുതൽ ഞാൻ എൻ്റെ പേഴ്സിൽ കരുതിയിരുന്നില്ല. അത് 10-20 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഗൂഗിൾ പേ വഴിയാണ് പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ ഇവിടുന്ന് അവിടം വരെയും ഒരിടത്തും ഗൂഗിൾ പേ ഇല്ലാത്ത ഒരൊറ്റ കട എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എല്ലാ കടകളും, ഞാൻ കയറിയ മിക്ക കടകളും ഇതുപോലെ ഹൈവേയിലെ ചെറിയ ചെറിയ കടകളാണ്. അവിടെ എല്ലാം തന്നെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ചായ മേടിച്ച് കുടിച്ചു. നല്ല ചായയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു പതുക്കെ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി. കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഈ പയ്യൻ ഭയങ്കര സ്മാർട്ടാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ തോണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ കൗതുകത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ചിലതിനൊക്കെ മറുപടി പറയുന്നു. പിന്നെ അവൻ ചില അഭ്യാസങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സമയം പോകുന്നത് അറിയുന്നില്ല. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ആ പയ്യനോട് പയ്യൻ്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അവൻ പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്ന ദൃശ്യമാണ്. ഫോട്ടോ എടുക്കുമ്പോൾ അവനെ പുറകെ ഇരുന്നിട്ട് അവൻ ഓരോരോ കുസൃതിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ശ്രദ്ധിച്ചായിരുന്നോ? ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വീട് കാണുന്ന വലിയ പാടം, നമ്മളുടെ ഒരു
പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കളിക്കാനായിട്ടുള്ളൊരു തട്ടകമായിരുന്നു. ക്രിക്കറ്റ് കളി, ഓടിക്കളി, ചാട്ടം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു വട്ടച്ചിറയാണ്. ഈ വട്ടച്ചിറയിൽ 2 മാവുണ്ടായിരുന്നു, ഒരു കിളിച്ചുണ്ടനും ഒരു മൂവാണ്ടനും. നമ്മൾ വൈകിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ മാവിൽ കയറും, അല്ലെങ്കിൽ മാവിൽ വടി കൊണ്ട് എറിഞ്ഞ് മാങ്ങ വീഴ്ത്തി, നല്ല പുളിപ്പുള്ള പച്ച മാങ്ങ, ഇത് ഇത്തിരി ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കത്തി കൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിനകത്തോട്ട് ഈ മുളക് ഉപ്പും കൂടി പുരട്ടിയ ശേഷം അത് കഴിക്കും. എന്തൊരു പുളിയാണെന്നറിയോ. നല്ല രസമായിരുന്നു. സന്ധ്യാസമയത്തെ വലിയൊരു വിനോദമായിരുന്നു അത്. പറഞ്ഞു വന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം ഈ സ്ഥലത്ത് മുഴുവനും നെൽകൃഷിയും മാവും തോപ്പുകളും ഒക്കെയാണുള്ളത്. ഒരു സീസൺ സമയമല്ലാത്തതുകൊണ്ട് മാങ്ങയൊന്നും കണ്ടില്ല. പക്ഷേ നല്ലൊരു ഭൂപ്രകൃതി. ഞാൻ ആ കടയുടെ പുറകിലേക്ക് ചെന്നിട്ട് അവിടെയെല്ലാം ഒന്ന് കണ്ടു, കുറേയൊക്കെ ക്യാമറയിൽ ഒപ്പി. ഇത് ഗംഗ, ബനാറസ് ഞാൻ എത്തിയിരിക്കുന്നു. ഗംഗയുടെ മുകളിലൂടെയുള്ള പാലാണിത്. ഞാനിവിടെ എത്തിയപ്പോൾ ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ എത്തി, ബനാറസിലെത്തി. അവർക്ക് സന്തോഷമായി, കാരണം ഇത്രയും ദൂരത്ത് നിന്ന് വണ്ടി ഓടിച്ച് അവസാനം ലക്ഷ്യത്തെത്തിയല്ലോ. അതിനുശേഷം ഞാൻ എൻ്റെ ചിറ്റയുടെ മോൻ താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി ഫ്രഷായി. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ വരുമെന്ന്. പിന്നെ ഞങ്ങൾ വൈകിട്ട് ഒന്ന് ഇറങ്ങി കറങ്ങാനായിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ പുറകിൽ നിന്നും ഒരു വണ്ടി കയറി വന്നു, ഒരു കാറ്. ആ കാറ് കയറി വന്ന് നേരെ വന്ന് എൻ്റെ ക്രാഷ് കാർഡായിട്ട് ഒരു ഇടിച്ചോടുകൂടി വണ്ടി ഒന്ന് കുലുങ്ങി. ഞാൻ സൈഡിലേക്കൊന്നായി, പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് ഞാൻ വീണില്ല. വണ്ടിയുടെ സൈഡിലിരുന്ന കുറച്ച് ഭാഗങ്ങൾ അടന്നുപോയി. എൻ്റെ ബൈക്കിൻ്റെ ക്രാഷ് കാർഡിൽ നിന്ന് ഒരു ചെറിയൊരു പീസും പൊട്ടിത്തെറിച്ചു, താഴത്ത് വീണു. പിന്നെ ക്യാമറയും മൊബൈലും ബൈക്കിലുണ്ടായിരുന്നു, പക്ഷേ അത് താഴത്ത് വീണില്ല. അതൊരു വലിയൊരു ഭാഗ്യമായിപ്പോയി. പിന്നെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചു, ഒന്ന് കറങ്ങി അടിച്ചിട്ട് വീട്ടിലേക്ക് പോയി.